പ്രിയപ്പെട്ട ദേവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. സഭാചരിത്ര പഠനത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസം കേരളത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത്. പോർട്ടുഗീസുകാർ 1498 കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കത്തോലിക്ക വിശ്വാസവുമായി ചിലർ കേരളത്തിലെത്തിയിരുന്നു. ഫ്രഞ്ച് ഡൊമിനിക്കൻ മിഷണറി ആയിരുന്ന ജോർഡാനസ് കാറ്റലാനി 1321 കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക രൂപത കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. 1329 ആരംഭിച്ച കൊല്ലം രൂപതയായിരുന്നു തെക്കൻ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കത്തോലിക്ക രൂപത. ഇന്ത്യ മുഴുവൻ ആ രൂപതയുടെ അധികാര പരിധിയിൽ വരുമായിരുന്നു. ജോർഡാനസ് കാറ്റലാനി തന്നെയായിരുന്നു ആദ്യത്തെ കൊല്ലം ബിഷപ്പ്. കാറ്റലാനിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലായിരുന്നു. അങ്ങനെ ആരംഭിച്ച സഭയാണ് ലാറ്റിൻ കത്തോലിക്ക സഭ. അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു ക്ലാസ്സിൽ പ്രതിപാദിക്കാം. ജോർഡാനസ് കാറ്റലാനി അന്നിവിടെ ഉണ്ടായിരുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് നമുക്കറിയില്ല. അവരുമായി ബന്ധപ്പെടാനും അവരെ റോമിൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനും ശ്രമം നടത്തിയത് പോർട്ടുഗീസുകാരായിരുന്നു. അതുവരെ മലങ്കര നസ്രാണികളുടെ ബന്ധം കിഴക്കിൻ്റെ പാർത്രിയാർക്കീസിനോടായിരുന്നു, പോർട്ടുഗീസുകാർക്കും മുൻപ്. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും പ്രത്യേക സഭയുടെ കീഴിലായിരുന്നില്ല. പേർഷ്യയിൽ നിന്നും മറ്റും വന്നിരുന്ന കച്ചവടക്കാർക്കൊപ്പം എത്തിയ മെത്രാന്മാരാണ് മലബാറിലെ ക്രിസ്ത്യാനികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കിയിരുന്നത്. 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അർമേനിയ, അന്ത്യോക്യ, ബാബിലോൺ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവിടങ്ങളിലുള്ള പാർത്രിയാർക്കീസുമാർ നിയമിച്ച ബിഷപ്പുമാർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ബസ്രയിൽ നിന്നും ഒരു ബിഷപ്പ് മാർ ഡേവിഡ് 295 തന്നെ കേരളത്തിൽ വന്നുവെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം വന്നത് 325 ബിഷപ്പ് മാർ യോഹന്നാനായിരുന്നു. മൂന്നാമത്തേത് എഡസയിൽ നിന്നും 345 വന്ന ബിഷപ്പ് മാർ ജോസഫ് ആയിരുന്നു. പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബിഷപ്പുമാർ 825 വന്ന മാർ സാബോറും മാർ പ്രോത്തുമായിരുന്നു. ഇവർ ഇരട്ട സഹോദരങ്ങളായിരുന്നു. മാർ സാബോർ കൊല്ലം കേന്ദ്രമാക്കിയും മാർ പ്രോത്ത് ഉദയംപേരൂർ കേന്ദ്രമാക്കിയും പ്രവർത്തനം ആരംഭിച്ചു. മാർ സാബോറിനെക്കുറിച്ചും തരിസാപ്പള്ളി ശാസനകളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഉദയംപേരൂരിൽ ഉണ്ടായിരുന്ന പള്ളി മാർ സാബോർ 890കളിൽ സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ പള്ളി ഇന്നില്ല. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു പോയി. കടമറ്റം, അകപ്പറമ്പ്, നിരണം, കൊല്ലം, കായംകുളം, തേവലക്കര മാർത്തമറിയം ഓർത്തഡോക്സ് ചർച്ച് എന്നിവ ഇവർ സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു. തേവലക്കര പള്ളിയിൽ ഇവരെ അടക്കം ചെയ്തിരിക്കുന്നു. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ക്രിസ്ത്യാനികൾ അന്ന് ധരിച്ചിരുന്നത്. ക്രിസ്ത്യാനികളെ കണ്ടാൽ മറ്റ് ജാതിക്കാരിൽ നിന്ന് തിരിച്ചറിയാൻ കഴുത്തിൽ ധരിച്ചിരുന്ന കുരിശല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. മറ്റ് നാട്ടുകാരെ പോലെ തലയിൽ കുടുമയും കാതിൽ കടുക്കനും ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു. മറ്റ് ജാതിക്കാരിൽ നടന്നിരുന്ന ജാതകം, മന്ത്രവാദം എന്നിങ്ങനെയുള്ള ആചാരങ്ങളും ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിന്നിരുന്നു. അന്ന് പള്ളികളിൽ കുരിശൊഴികെ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുരിശിന് സുറിയാനി ഭാഷയിൽ സ്ലീബ എന്നാണ് പറഞ്ഞിരുന്നത്. മാർത്തോമ കുരിശുകൾ എന്നറിയപ്പെടുന്ന അത് 4 വശവും ഒരേ നീളത്തിലുള്ള പേർഷ്യൻ കുരിശായിരുന്നു. അന്നുണ്ടായിരുന്ന 5 കുരിശുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അവയിൽ 2 കോട്ടയം ജ്ഞാനായ യാക്കോബ പള്ളിയിലും ഓരോന്ന് കടമറ്റം സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, മുട്ടുചിറ കത്തോലിക്ക പള്ളി, മൈലാപ്പൂർ സെൻറ് തോമസ് മൗണ്ട് എന്നിവിടങ്ങളിലും കാണുവാൻ കഴിയും. പോർട്ടുഗീസുകാർ കേരളത്തിൽ. യൂറോപ്പിൽ നിന്നും ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന് ഭരണം നടത്തിയത് പോർട്ടുഗീസുകാരായിരുന്നു. 1498 മെയ് 20 പോർട്ടുഗീസുകാരനായ വാസ്കോ ഡി ഗാമ കോഴിക്കോട്ടെ കാപ്പാട് ബീച്ചിൽ കപ്പലിറങ്ങി. പോർട്ടുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ്റെ അധികാരത്തോടെയായിരുന്നു യാത്ര. പോർട്ടുഗീസുകാർ എത്തുന്നതിന് മുൻപ് പ്രധാനമായും അറബികളുമായിട്ടായിരുന്നു കേരളത്തിൻ്റെ വ്യാപാര ബന്ധങ്ങൾ. കേരളത്തിലെത്തിയ വാസ്കോ ഡി ഗാമയെ സാമൂതിരി സന്തോഷത്തോടെ സ്വീകരിച്ചു. കോഴിക്കോട് ചന്തയിൽ വ്യാപാരം നടത്തുവാൻ അനുവാദവും കൊടുത്തു. പക്ഷെ കറുത്ത മുത്തെന്നറിയപ്പെടുന്ന കുരുമുളക് നൽകാൻ സാമൂതിരി വിസമ്മതിച്ചു. ഇതിൽ ക്ഷുഭിതനായ ഗാമ കണ്ണൂരിലേക്ക് ചെന്ന് കോലത്തിരി രാജാവുമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അധികം താമസിയാതെ ഗാമ പോർട്ടുഗലിലേക്ക് തിരികെ പോവുകയും ചെയ്തു. പിന്നെ വന്നത് ഗാമയുടെ അനുയായിയായിരുന്ന പെഡ്രോ അൽവാരസ് കാബ്രാൽ ആയിരുന്നു. 1500 അദ്ദേഹം കോഴിക്കോട്ടെത്തി. അദ്ദേഹം സാമൂതിരിയുമായി നടത്തിയ കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നു.
അവിടെ ഒരു വ്യാപാര കേന്ദ്രം നിർമ്മിക്കാൻ സാമൂതിരി അനുവദിച്ചു. എങ്കിലും അറബികളുമായി നടന്ന ഒരു യുദ്ധത്തിൽ പരാജിതനായ കബ്രാൾ കൊച്ചിയിലേക്ക് പോകാൻ നിർബന്ധിതനായി. കൊച്ചി രാജാവ് അദ്ദേഹത്തിനും അനുയായികൾക്കും ഊഷ്മളമായ സ്വീകരണം നൽകി. വാസ്കോഡി ഗാമ രണ്ടാമത് കേരളത്തിലേക്ക് വന്നത് 1502 കോഴിക്കോട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങളെ നാട് കടത്തണം എന്ന ഗാമയുടെ ആവശ്യം സാമൂതിരി നിരാകരിച്ചതോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നു. കബ്രാൾ കൊച്ചിയിലുണ്ടായിരുന്നല്ലോ. 1505 ആദ്യത്തെ പോർട്ടുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ കൊച്ചിയിലെത്തി. അദ്ദേഹം പോർട്ടുഗീസുകാരുടെ ശക്തി കേരളത്തിൽ ഏകോപിപ്പിക്കുകയും കണ്ണൂരിൽ സെൻറ്റ് ആംഗലോ ഫോർട്ട് നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ പോർട്ടുഗീസുകാർ അവരുടെ ഭരണം കേരളത്തിൽ ആരംഭിച്ചു. അൽമേഡയ്ക്ക് ശേഷം വന്ന വൈസ്രോയി അൽബുഖർക്ക് കോഴിക്കോട് സാമൂതിരിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴേക്കും പോർട്ടുഗീസ് സൈന്യം കേരളത്തിലെത്തിയിരുന്നു. ഇദ്ദേഹം പോർട്ടുഗീസുകാരും കേരളീയരും തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ഭരണ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റുകയും ചെയ്തു. നാം ഇന്ന് കേരളത്തിൽ കാണുന്ന ആംഗ്ലോ ഇന്ത്യൻസ് അങ്ങനെയുള്ള വിവാഹ ബന്ധത്തിലുണ്ടായിട്ടുള്ളവരാണ്. ലൂസോ ഇന്ത്യൻസ് പോർട്ടുഗീസ് ബന്ധത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളവരെ ആംഗ്ലോ ഇന്ത്യൻസ് ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നുവെങ്കിലും ഇവർക്ക് ലൂസോ ഇന്ത്യൻസ് എന്നാണ് ശരിയായിട്ടുള്ള പേര്. ലൂസോ എന്ന വാക്ക് ലുസിറ്റാനിയ എന്ന പോർട്ടുഗീസ് വാക്കിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ലുസിറ്റാനിയ പോർട്ടുഗീസിന് നേരത്തെയുള്ള പേരായിരുന്നു. പോർട്ടുഗീസിൽ നിന്നും കൊച്ചിയിലേക്ക് 8-10 മാസങ്ങൾ എടുക്കുന്ന കപ്പൽ യാത്ര അതീവ ദുഷ്കരമായിരുന്നതിനാൽ സ്ത്രീകളെ കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നില്ല. അതിന് പരിഹാരമായി അവർ കണ്ട പ്രതിവിധിയായിരുന്നു കേരളീയ സ്ത്രീകളുമായിട്ടുള്ള വിവാഹബന്ധം. പോർക്ക് വിന്താലവും ഫിഷ് മോളിയും ലൂസോ ഇന്ത്യൻസിൻ്റെ പാചക നൈപുണ്യങ്ങളാണ്. അതോടൊപ്പം ധാരാളം പോർട്ടുഗീസ് വാക്കുകൾ മലയാളത്തിലേക്ക് വരികയും ചെയ്തു. അലവാങ്ക്, കപ്പേള, ഇസ്തിരി, കടലാസ്, കസേര, കുമ്പസാരം, കോപ്പ, ചങ്ങാടം, ചാക്ക്, ചാവി, ജനാല, തൂവാല, തൊപ്പി, നങ്കൂരം, പാതിരി, പിക്കാസ്, പട്ടാളം, പലക, പാറ്റ, പേന, പോർക്ക്, മേശ, മേസ്ത്രി, ലോഹ, വരാന്ത തുടങ്ങിയ വാക്കുകൾ പോർട്ടുഗീസുകാരുടെ സംഭാവനയാണ്. പോർട്ടുഗീസുകാർ ഏകദേശം 150 വർഷം കേരളത്തിൽ വ്യാപാരവും ഭരണവും നടത്തി. 1663 കൊച്ചിയിലെത്തിയ ഡച്ചുകാർ യുദ്ധത്തിൽ പോർട്ടുഗീസുകാരെ തോൽപ്പിച്ചു. അതോടെ കേരളത്തിലെ അവരുടെ ശക്തി ക്ഷയിക്കുകയും അവർ ഗോവയിലേക്ക് പിന്മാറുകയും ചെയ്തു. ഗോവയിൽ അവർ അടുത്ത 300 വർഷം കൂടെ ഭരണം നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അടുത്ത 14 വർഷം കൂടെ പോർട്ടുഗീസുകാർ ഗോവയിൽ ഭരണം നടത്തി. 1961 മാത്രമാണ് ഇന്ത്യൻ ആർമി അവരെ തോൽപ്പിച്ച് നാടുകടത്തിയത്. മതപരിവർത്തനം തുടങ്ങുന്നു. പോർട്ടുഗീസുകാരുടെ ആഗമനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വിപുലമാക്കുക എന്നതായിരുന്നു. ഗാമയ്ക്ക് ശേഷം വന്ന പെഡ്രോ അൽവാരസ് കബ്രാൽ 8 ഫ്രാൻസിസ്കൻ പുരോഹിതന്മാരെയും 8 സൈന്യ പുരോഹിതന്മാരെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അവർ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കത്തോലിക്ക മതം പ്രചരിപ്പിച്ചു. അതിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പ്രശസ്തനായിരുന്നല്ലോ. അവരുടെ പ്രവർത്തനം മൂലം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ അന്നുണ്ടായിരുന്ന പരവ സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ കത്തോലിക്കരായി തീർന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും തെക്കൻ പ്രദേശങ്ങളിലുമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ധാരാളമായി ഉണ്ടായിരുന്നത്. സവർണാധിപത്യം നിലനിന്ന കാലങ്ങളിൽ പരവർ ഉൾപ്പെടെയുള്ളവരെ തീണ്ടൽ ജാതിക്കാരായി കണ്ട മറ്റ് ജാതിക്കാർ, പ്രത്യേകിച്ച് നമ്പൂതിരി ബ്രാഹ്മണർ, അവരെ അകറ്റി നിർത്തിയിരുന്നു. അവരുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനവും മുത്തുവാരലുമായിരുന്നു. 1542 മെയ് 6 അന്ന് പോർട്ടുഗീസുകാരുടെ കോളനിയായിരുന്ന ഗോവയിൽ ഫ്രാൻസിസ് സേവ്യർ കപ്പലിറങ്ങി. ഒരു ചെറിയ മണി കിലുക്കിക്കൊണ്ട് തെരുവിലൂടെ നടന്നായിരുന്നു സേവ്യർ തൻ്റെ ശ്രോതാക്കളെ സംഘടിപ്പിച്ചിരുന്നത്. അതിലേറെയും കുട്ടികളായിരുന്നു. ചെറിയ ചെറിയ വാക്കുകളിലൂടെയും പാട്ടുകളിലൂടെയും അദ്ദേഹം അവരെ ക്രിസ്തുമത തത്വങ്ങൾ പഠിപ്പിച്ചു. ആ കുട്ടികൾ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. 2 വർഷം കൊണ്ട് അദ്ദേഹം വിശ്വാസ പ്രമാണവും 10 കൽപ്പനകളും കർത്തൃപ്രാർത്ഥനയും മറ്റും തമിഴ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അവരെ പഠിപ്പിച്ചു. പോർട്ടുഗീസുകാരും സുറിയാനി സഭകളും. പോർട്ടുഗീസുകാർ അടിസ്ഥാനപരമായി കത്തോലിക്കരായിരുന്നു. കേരളത്തിലെ സുറിയാനി സഭകളെ ലാറ്റിൻ സഭകളാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അതിനുള്ള സംരംഭം പക്ഷെ തന്ത്രപരമായിരുന്നു. 1541 ഫ്രാൻസിസ്കൻ വൈദികർ കൊടുങ്ങല്ലൂരിൽ ദേവാലയം നിർമ്മിച്ചു. 1542 ഈശോ സഭക്കാരും അഥവാ ജെസ്യൂട്ട് സഭക്കാരും 1548 ഡൊമിനിക്കൻ സഭക്കാരും 1572 അഗസ്റ്റീനിയൻ സഭക്കാരും പ്രവർത്തനത്തിനായി ഇന്ത്യയിലെത്തി.
ഇതിൽ ഈശോ സഭക്കാരുടെ പ്രവർത്തനങ്ങളാണ് ക്രിസ്തു മതത്തിന് ഇവിടെ കൂടുതൽ വേരോട്ടം നൽകിയത്. 1534 ഗോവ രൂപത സ്ഥാപിതമായതോടെ ഇന്ത്യയിലെ ക്രൈസ്തവ കേന്ദ്രം ഗോവയാക്കി തീർക്കാൻ പോർട്ടുഗീസുകാരും അവരുമായി ചേർന്ന് ഈശോ സഭക്കാരും പ്രവർത്തനം ഊർജിതമാക്കി. ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെ പോർട്ടുഗീസ് സർവാധിപത്യമുള്ള സ്ഥലങ്ങളിലെ സഭാഭരണവും ഗോവയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇവയുടെ എല്ലാം ആത്മീയ പരമാധികാരം റോമിലെ മാർപ്പാപ്പയ്ക്ക് തന്നെയായിരുന്നെങ്കിലും സഭയുടെ ഭരണാധികാരം അഥവാ മെത്രാന്മാരെ നിയോഗിക്കലും മറ്റും പോർട്ടുഗീസ് രാജാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഉടമ്പടി നിലവിൽ വന്നു. ഇതാണ് പാഡ്രുവാഡോ ഉടമ്പടി. ഇതനുസരിച്ച് പോർട്ടുഗൽ രാജാവാണ് അവരുടെ ഭരണവിഭാഗങ്ങളിലെ സഭാഭരണം നടത്തിയിരുന്നത്. ബാബിലോണിയൻ പാർത്രിയാർക്കസിന്റെ കീഴിലായിരുന്ന മലങ്കര ക്രിസ്ത്യാനികളെ പാഡ്രുവാഡോ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനായി പോർട്ടുഗീസുകാരുടെ ശ്രമം. ഇതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത് ഈശോ സഭക്കാരായിരുന്നു. അവർക്ക് കൊടുങ്ങല്ലൂഴി അമ്പഴക്കാട് എന്ന സ്ഥലത്ത് വൈദിക പഠന കേന്ദ്രവും ദൈവാലയവും ഉണ്ടായിരുന്നു. ഇത് സെന്റ് പോൾസ് എന്നറിയപ്പെട്ടിരുന്നു. പ്രാദേശിക ഭാഷയിൽ ഇത് സെയിൻറ്റ് പോളൂർ എന്നും ഇന്നത്തെ സമ്പാളൂർ എന്നുമായി മാറി. പിൽക്കാലത്ത് ഈശോ സഭക്കാരോട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വൈരാഗ്യം ഉണ്ടാകാൻ കാരണവും ഇതായിരുന്നു. അലക്സിസ് ഡി മെനസിസ്. പോർട്ടുഗീസ് ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസ് ഏതു വിധേനയും കേരളത്തിലെ മലങ്കര ക്രിസ്ത്യാനികളെ കത്തോലിക്കരാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഗോവയിൽ നിന്നും 1599 ഫെബ്രുവരിയിൽ കൊച്ചിയിലേക്ക് വന്നു. മെനസസ് വന്നതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അവസ്ഥ മനസ്സിലാക്കണം. അത് വിശദമാക്കാം. ബിഷപ്പ് മാർ എബ്രഹാം നിര്യാതനാകുന്നു. പേർഷ്യൻ പാർത്രിയാർക്കീസ് നിയമിച്ചിരുന്ന മലങ്കര സുറിയാനി സഭയുടെ അവസാനത്തെ ബിഷപ്പായിരുന്ന മാർ എബ്രഹാം 1597 നിര്യാതനായി. അതിനെ തുടർന്ന് ആർച്ച് ഡീക്കൻ അഥവാ അർക്കദിയാക്കോൻ ഗീവർഗീസ് അങ്കമാലി അതിരൂപതയുടെ ഭരണാധികാരിയായി. അദ്ദേഹം പകലോമറ്റം കുടുംബാംഗമായിരുന്നു. ഒരു ബിഷപ്പിൻ്റെ അഭാവം പോർട്ടുഗീസുകാർ ശരിക്കും മനസ്സിലാക്കി സമുദായത്തിന്മേൽ പിടിമുറുക്കാമെന്ന ഉദ്ദേശത്തോടെ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസിനെ പോർട്ടുഗീസുകാർ കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. മെനസിസിൻ്റെ കൗശലം. കൗശലക്കാരനായ മെനസിസ് അർക്കദിയാക്കോൻ ഗീവർഗീസിനെ സമീപിച്ച് സഭകൾ സന്ദർശിക്കുവാനുള്ള അനുവാദം ചോദിച്ചു. ഒളിഞ്ഞിരുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഗീവർഗീസ് അതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. മെനസിസ് ആകട്ടെ ലഭിച്ച സന്ദർഭം ശരിക്കും മുതലെടുത്ത് റോമിനെക്കുറിച്ചും പോപ്പിൻ്റെ നേതൃത്വം അംഗീകരിച്ചാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും സഭയെ ബോധ്യപ്പെടുത്തി സഭകളിൽ സ്വാധീനം ഉറപ്പിച്ചു. ഗീവർഗീസിനെ പുറത്താക്കി ഒരു പുതിയ ഭരണാധികാരിയെ നിയമിക്കുക എന്നതായിരുന്നു മെനസിസിൻ്റെ പ്ലാൻ. പക്ഷേ ഗീവർഗീസ് ജനത്തിന് സ്വീകാര്യനായിരുന്നതിനാൽ അതത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹം ഗോവ മെത്രോപൊലിത്തയുടെ മേലധികാരം സമ്മതിക്കാൻ തയ്യാറായില്ല. എന്നാൽ മെനസിസ് അദ്ദേഹത്തെ തന്ത്രപൂർവ്വം തൻ്റെ വാസസ്ഥലത്ത് വെച്ച് ഒരു രേഖയിൽ ഒപ്പിടുവിച്ചു. ബാബിലോണിയ പാർത്രിയാർക്കീസുമായി ബന്ധം വിടുവിക്കുന്നതിൻ്റെ രേഖയായിരുന്നു അത്. ഇത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ അതൃപ്തരാക്കിയ സംഭവമായിരുന്നു. അർക്കദിയാക്കോൻ മെനസിസിൻ്റെ കയ്യിലെ പാവ മാത്രമായി തീർന്നു. മെനസിസിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ. അന്റോണിയോ ഡി ഗൂവിയ ക്രോഡീകരിച്ച ജോർഡാന അർസബിസ്പോ എന്ന ഗ്രന്ഥത്തിൽ മെനസിസിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്ലാൻ അക്കമിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് തികച്ചും കത്തോലിക്ക സഭയുടെ അഭിപ്രായമായിരുന്നു എന്ന് ഓർക്കുക. അവ താഴെ പറയുന്നവയായിരുന്നു. 1. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ദുരുപദേശങ്ങളെയും തെറ്റുകളെയും ഇല്ലാതാക്കി ശരിയായ കത്തോലിക്ക വിശ്വാസം നടപ്പിലാക്കുക. 2. അവരുടെ എല്ലാ മതവിരുദ്ധ എഴുത്തുകളും നശിപ്പിക്കുക. 3. ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി സഭകളുടെ ബാബിലോണുമായുള്ള ബന്ധം ഇല്ലാതാക്കി റോമൻ കത്തോലിക്ക വിശ്വാസം അംഗീകരിപ്പിക്കുക. 4. കേരളത്തിലെ സഭകൾ റോമിൻ്റെ കീഴിൽ വരികയും റോം അയക്കുന്ന ബിഷപ്പുമാരെ മാത്രം അംഗീകരിക്കുകയും ചെയ്യുക. അന്ന് കേരളത്തിലെ സഭകളിൽ ഏകീകൃതമായ ആരാധനക്രമം ഇല്ലാതിരുന്നതും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതും തെറ്റുകളെന്നും ദുരുപദേശങ്ങളെന്നും മെനസിസ് വ്യാഖ്യാനിക്കുകയായിരുന്നു. ബാബേലിൽ നെസ്തോറിയൻ പാഷാണൻ പ്രചാരത്തിലിരുന്ന സമയത്തെ ഇവിടെ വന്നതിനാലാണ് അദ്ദേഹം അങ്ങനെ കരുതിയതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ഉദയംപേരൂർ സുന്നഹദോസിനെക്കുറിച്ചും മെനസിസിൻ്റെ തന്ത്രങ്ങൾ സൈന്യബലത്തോടെ ആ സുന്നഹദോസിൽ എങ്ങനെ നടപ്പിലാക്കി എന്നതിനെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ കാത്തുപരിപാലിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.